എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1-2 മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കണ്ടു വർഷ രേവതിക്ക് കുറച്ച് പൈസ കൊടുക്കുകയാണ്. അത് തന്റെ ഡ്രസ്സൊക്കെ അലക്കി തന്നേൻ്റെതാന്നും പറഞ്ഞിട്ടാ കൊടുക്കുന്നത്. പക്ഷെ രേവതിക്ക് അത് വല്ലാത്ത ഫീലിങ്സ് ആയിപ്പോയി. കാരണം താൻ ഇവിടെ ഒരു വേലക്കാരി ആയല്ലോ എന്നൊരു ചിന്ത രേവതിയുടെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് രേവതി ഒന്നും മിണ്ടാതെ കൂടെ പോവാണ്. അതോടൊപ്പം തന്നെ ശ്രുതിയുടെയും ചന്ദ്രമതിയെയും കളിയാക്കൽ അതൊക്കെ രേവതിനെ വല്ലാത്ത തളർത്തി കളഞ്ഞു. പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ വർഷമുറി നെയിൽ പോളിഷൊക്കെ ഇട്ടുകൊണ്ട് സമയത്ത് അങ്ങോട്ടേക്ക് ശ്രീകാന്ത് കയറി വരുവാണ്. ശ്രീകാന്ത് കയറി വന്നിട്ട് വർഷയോട് പറഞ്ഞു, നീ എന്തു പരിപാടിയെ കാണിച്ചെന്ന് ചോദിക്കുക. എന്താ ശ്രീകാന്ത്, എന്താ കാര്യം? അതെ, ഞാൻ ഈ നെയിൽ പോളിഷ് ഇട്ടോണ്ടിരിക്കുന്നുണ്ടോ, നീ എനിക്ക് ഒരു ഗ്ലാസ് നല്ല ചായ എടുത്തോണ്ട് തരാൻ പറയണം. അതെ, നിനക്ക് ഞാൻ ചായ എടുത്തോണ്ട് തരാം. ഇനിയിപ്പൊ ചായ എടുത്തോണ്ട് തരുന്നതിന് എനിക്ക് എല്ലാ മാസം ശമ്പളം ഉണ്ടോന്ന് ചോദിക്കുവാണ്. എന്താ ശ്രീകാന്ത് അങ്ങനെ പറയണേ? അല്ല, നിന്റെ കയ്യിലിരിപ്പോണ്ട് ചിലപ്പോൾ നിനക്ക് ചായ കൊണ്ടു തരുന്നതിന് നീ എനിക്ക് ശമ്പളം തരുമെന്ന് പറയാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയാൻ പറയാണ്. അല്ല, രേവതി ചേച്ചി ഇവിടുത്തെ ആരാന്ന് ചോദിക്കുക. അത് നീ പ്രത്യേകിച്ച് പറയാനുണ്ടോ? ശ്രീകാന്തിന്റെ ഏട്ടത്തിയമ്മയല്ലേന്ന് ചോദിക്കുക. ആണല്ലോ, അത് നിനക്ക് അറിയാലോന്ന് ചോദിക്കുക. ഇപ്പൊ എന്താ കാര്യം? നീ പിന്നെ എന്തിനാ ഏട്ടത്തിക്ക് പൈസ കൊടുത്തെന്ന് ചോദിക്കുക. പൈസയാ? അത് പിന്നെ എന്താ കുഴപ്പമിരിക്കണേ? പൈസ കൊടുത്തു, അതിനിപ്പോ വലിയ കുഴപ്പമുണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഡ്രസ്സൊക്കെ വാഷ് ചെയ്ത് തരുന്നതിന് ഞാൻ കുറച്ച് പൈസ കൊടുത്തെന്ന് പറയാം. നീ എന്ത് ധൈര്യത്തിലാ വർഷം അങ്ങനെ ചെയ്തേന്ന് ചോദിക്കാം. അതിനിപ്പോ എന്താ ശ്രീകാന്തേ, പൈസ കൊടുത്ത് തെറ്റായി പോയ? എനിക്കങ്ങനെയൊന്നും തോന്നുന്നൊന്നുമില്ല. അല്ല, ഏട്ടത്തിയമ്മയാണെങ്കില് ഈ വീട്ടിലെ അംഗമല്ലേ, അപ്പൊ പിന്നെ ഒരു വേലക്കാരുടെ സ്ഥാനം കണ്ടില്ല നീ അത് കൊടുത്തേന്ന് ചോദിക്കാം. വേലക്കാരിയോ? എന്തൊക്കെയാ ശ്രീകാന്ത് ഈ പറയണേ? ഞാൻ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചിട്ട് പോലും ഇല്ലാന്ന് പറയാം. പിന്നെ നീ എന്തടിസ്ഥാനത്തിലാ പൈസ കൊടുത്തേ? അത് പിന്നെ എല്ലാവരുടെയും ഡ്രസ്സൊക്കെ കഴുകുന്നുണ്ട്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അടുക്കള കിടന്ന് പണിയുക. ഒരു വേലയ്ക്ക് ഒരു ജോലിക്കാരെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ പൈസ കൊടുക്കണം. അപ്പൊ ഞാന് പൈസ കൊടുത്തെന്ന് പറയാം. ഓഹോ, അങ്ങനെയാണെങ്കിൽ നീ എനിക്കും പൈസ തരുമല്ലോ. അങ്ങനെ എല്ലാ വീട്ടിലും അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും പൈസ കൊടുക്കണമല്ലോ എന്ന് പറയണം. ഞാൻ ബാക്കിയുള്ള വീട്ടിലെ കാര്യം ഒന്നും അന്വേഷിച്ചില്ല, ഞാൻ ഇവിടുത്തെ കാര്യം മാത്രം നോക്കിയുള്ളൂ. ഈ പറയുന്ന ചേച്ചിക്ക് എന്തേലും സാധനം മേടിക്കണമെങ്കിലോ മറ്റുള്ളവരുടെ കൈ എല്ലാവരുടെ മുന്നിൽ കൈ നീട്ടണ്ടെന്ന് ചോദിക്കാം. അതിന് നിന്റെ മുന്നിൽ കൈ നീട്ടിക്കൊണ്ട് ചേച്ചി വന്നോന്ന് ചോദിക്കാം. ഇല്ല, ഞാനും കൂടെ പറയാ ചെയ്തെന്ന് പറയാം. എന്നാലും നീ ചെയ്തത് കുറച്ച് കടന്ന കൈയായിപ്പോയെന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോ വർഷ പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചേട്ടാ ശ്രീകാന്തേ, നിങ്ങളെല്ലാരും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചേച്ചി ഇവിടെ കിടന്ന് ജോലി ചെയ്യുന്ന കാണുന്നതല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്, നിങ്ങളുടെ എല്ലാം ഡ്രസ്സ് വാഷ് ചെയ്യുന്നുണ്ട്, എല്ലാം നിങ്ങൾ പറയുന്ന ജോലികളൊക്കെ ചെയ്തു തരുന്നുണ്ട്. എന്നാലും നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാറുണ്ടോ എന്ന് ചോദിക്കുക. അത് പിന്നെ അത് ചേച്ചി വീട്ടിലായതുകൊണ്ടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അതാണോ എന്റെ മര്യാദയെന്ന് ചോദിക്കുക. ശ്രീകാന്ത് പറഞ്ഞു, എന്നും പറഞ്ഞുകൊണ്ട് നീ പൈസയാണോ കൊടുക്കണ്ടേ? അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കുന്നേ? കഴിഞ്ഞ ദിവസം തന്നെ അമ്മയ്ക്ക് ശ്രുതി അടുത്ത് കൊണ്ട് പൈസ കൊടുത്തു, 5000 രൂപ കൊണ്ട് കൊടുത്തു. എന്തിനാന്ന് പറയാം, പോക്കറ്റ് മണിയാന്ന് പറഞ്ഞോണ്ട്. ഇപ്പൊ ഞാനതുപോലെ തന്നെ രേവതി ചേച്ചിക്ക് കൊടുത്താ, അതിന് നീ പോക്കറ്റ് മണി ആയില്ലല്ലോ, തുണിയൊക്കെ വാഷ് ചെയ്തതിന് പ്രതിഫലമായിട്ടല്ലേ കൊടുത്തേ, അതൊന്നും തമ്മിൽ വ്യത്യാസം ഇല്ലെന്ന് ചോദിക്കാം. എനിക്കൊരു വ്യത്യാസം തോന്നില്ലെന്ന് പറയാം. അമ്മയ്ക്ക് ഈ പറയുന്ന ശ്രുതിയായിട്ടത്തി പൈസ കൊടുത്തോട്ടാണെങ്കിൽ അമ്മ വെറുതെ വീട്ടിൽ ഇരിക്കുക, അമ്മ പണിയൊന്നും ചെയ്യുന്നില്ല, അത് പോക്കറ്റ് മണി. പക്ഷെ നീ അത് കൊടുത്ത് ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറയണം. ശ്രീകാന്തേ, എന്റെ മനസ്സായിട്ട് സമ്മതിക്കുന്നില്ല, എന്റെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യിക്കുമ്പോൾ അത് വെറുതെ ചെയ്യിക്കാനായിട്ട്. ഇത്രയും കാലം നിങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ആ ചേച്ചിനെ വിളിയിട്ട് പണിയെടുപ്പിക്കുമല്ലായിരുന്നോ? എന്നിട്ട് ആരെങ്കിലും എന്തേലും ഇഷ്ടാനിഷ്ടങ്ങളോ എന്തേലും ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുക. എന്നെ കൊണ്ട് അതിന് സാധിക്കില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, നീ ചെയ്ത മോശമായിട്ടുള്ള പണിയായി പോയിട്ടോ. ചേച്ചിക്ക് അത് എത്രമാത്രം ഫീൽ ചെയ്യുന്നറിയാവോ? ഒരു പക്ഷെ നിനക്കൊരു ചേട്ടത്തി അനിയത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ അവർക്ക് ഇങ്ങനെ പൈസ കൊടുക്കുക, അല്ലെങ്കിൽ നിന്റെ വീട്ടില് നിന്റെ അമ്മ നിന്റെ തുണിയൊക്കെ വാഷ് ചെയ്ത് തരും, നീ അമ്മയ്ക്ക് മാസം മാസം പൈസ കൊടുക്കുമെന്ന് ചോദിക്കുക. അത് പിന്നെ എന്റെ അമ്മ അല്ലേ? ഓ, അപ്പൊ അത് നിന്റെ അമ്മ. ഇതിപ്പോ ഇങ്ങനെയാണല്ലോ അല്ലേ? അതിനർത്ഥം എന്താ? നീ ഒരു വേലക്കാരുടെ സ്ഥാനമല്ലേ ചേച്ചിക്ക് കൊടുത്തിരിക്കുന്നല്ലേ? അതെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, കുറെ സമയം ഞാൻ പറയണേ എന്നും പറഞ്ഞുകൊണ്ട് വർഷ ദേഷ്യപ്പെടുവാണ്. ഇനി മേലാല് ഇത് ആവർത്തിച്ചിട്ടുണ്ടല്ലോ, അത് മറ്റുള്ളവർക്ക് എത്രമാത്രം ഹേർട്ടാവുന്നുള്ള കാര്യം നീ വിചാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് രേവതിയെ കുറിച്ച് പറഞ്ഞിട്ട് വർഷയോട്. പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു, എനിക്ക് നല്ല തല പൊട്ടിപ്പോ നിന്നോട് വർത്താനം പറഞ്ഞിട്ട്, എനിക്ക് കടന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞ് ലൈറ്റ് പോയി ഓഫ് ചെയ്യണം. ആ സമയം വർഷ എഴുന്നേറ്റ് പോയി വർഷ ലൈറ്റ് ഓഫ് ചെയ്യണം. അല്ല, വർഷ ലൈറ്റ് ഇടുവാണ്. എനിക്ക് നെയിൽ പോളിഷ് ഇടണമെന്ന് പറഞ്ഞിട്ട്. നിനക്ക് നെയിൽ പോളിഷ് ഇടണമെങ്കിൽ നീ പുറത്തു പോയി ഇട്ടാൽ മതി, എനിക്ക് കിടന്നുറങ്ങണം, വെട്ടം കണ്ടാൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന് പറയാം. ഒരാളിടും ഒരാളെ കെടുത്തു, ഇത് തന്നെ കുറെ സമയം ആവർത്തിച്ചു. ശ്രീകാന്ത് പറഞ്ഞു, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ വർഷയെന്ന് പറയാം.
നിനക്ക് ദേഷ്യം വന്നാൽ എനിക്കെന്താ, എനിക്ക് നെയിൽ പോളിഷ് ഇടണമെന്ന് പറഞ്ഞാൽ ഇടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷം കട്ടക്കടുപ്പിലിരിക്കുകയാണ്. ഈ സമയം രേവതി മുറിയിൽ ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് സച്ചി കയറി വന്നു. ആഹാ, എപ്പോ വന്നാലും നിനക്ക് ഈ പണി മാത്രമുള്ളോ രേവതിന്ന് ചോദിക്കുക. അതെന്താ, അല്ല എപ്പോ വന്നാലും ഇത് തന്നെ, ഒരു മിനിറ്റ് നിനക്ക് റെസ്റ്റ് ഇല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടതും രേവതി പറഞ്ഞു, എനിക്ക് റെസ്റ്റ് ഉണ്ട്, ഞാൻ ഉറങ്ങുന്ന സമയത്ത് റെസ്റ്റ് അല്ലേന്ന് ചോദിക്കുക. അതെ അതെ, ആ സമയത്ത് മാത്രം, അതും കുറച്ച് സമയം മാത്രം നീ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന ഞാൻ കണ്ടേക്കണമെന്ന് പറയാണ്. അല്ല സച്ചിയുടെ ഫുഡ് കഴിച്ചാലും ചോദിക്കും. ഞാൻ ഒരു ചായ ഒന്ന് രണ്ട് ചെറുകടിയെ കഴിച്ചെന്ന് പറയണം, അത് മതിയെന്ന് പറയാം. അല്ല ഞാൻ ദോശ ഉണ്ടാക്കി തരാന്ന് പറയണേ. വേണ്ട വേണ്ട, അല്ലേ തന്നെ നിനക്ക് കുറെ ജോലിയുണ്ട്, ഇനി അതിൻ്റെ കൂടെ അതും കൂടെ ഉണ്ടാക്കാൻ പോകണ്ടെന്ന് പറയാം. ഇല്ലാന്നേ, എനിക്കത് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, ചൂട് ദോശ ഉണ്ടാക്കി തരാന്ന് പറയാം. വേണ്ടാന്ന് പറയണേ. അല്ല നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ, അല്ലെങ്കിലൊന്നും ഇങ്ങനൊന്നും ആയിരിക്കില്ലോ, വരുമ്പത്തേനും ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്ന നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് ചോദിക്കും. ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ. അല്ല ഇനിയിപ്പൊ എപ്പോ നോക്കിയാലും നിനക്ക് ജോലിയല്ലേ, ജോലി ചെയ്ത് മടുത്ത് കാണുമായിരിക്കും, അതുകൊണ്ടായിരിക്കും എന്ന് പറയണം. ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു, ജോലി ചെയ്ത് ഞാൻ മടുത്തിട്ടൊന്നുമില്ല, പിന്നെന്താ കുഴപ്പമെന്ന് ചോദിക്കാം. ഒന്നുമില്ല. സച്ചിക്ക് മനസ്സിലായി എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ രേവതി ഒരിക്കലും ഇങ്ങനെ ഇരിക്കണതല്ല. എത്രയൊക്കെ വീട്ടിൽ ക്ഷീണം ഉണ്ടെങ്കിലും പണിയുണ്ടെങ്കിലും താൻ വന്നു കഴിയുമ്പോൾ തന്നെ അടുത്ത് ചിരിച്ചോണ്ടൊക്കെ വരുന്ന, പക്ഷെങ്കിൽ ഇന്ന് ആ പതിവ് പോലെയുള്ള സംസാരമോ ചിരിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിനർത്ഥം മനസ്സിന് വേദനയുള്ള എന്തോ കാര്യം തട്ടിയിട്ടുണ്ടെന്നാ. പിന്നീട് അങ്ങനെ കുത്തി കുത്തി ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അവസാനം രേവതി പറയുന്നത്, അല്ലെങ്കിലും എനിക്ക് ഈ വീട്ടിലൊരു വേലക്കാരുടെ വേലയല്ലേ ഉള്ളെന്ന് ചോദിക്കണം. വേലക്കാരിയോ, നീ എന്താ പറയണേ? അതെ, ഈ വീട്ടിൽ ജോലി എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ആ ജോലിക്കുള്ള ശമ്പളവും കിട്ടി തുടങ്ങിയെന്ന് പറയണം. ശമ്പളോ? ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? അല്ല, പറഞ്ഞൊന്നുമല്ല. പിന്നെയോ, ഞാൻ ജോലി ചെയ്തതിനുള്ള കൂലി കിട്ടിയെന്ന് പറയണം. കൂലി കിട്ടാനാ? അതിനിവിടെ എനിക്ക് എവിടുന്നാ? പെട്ടെന്ന് രേവതി എന്ത് ചെയ്യണം, ആ പൈസ പോയി എടുത്തോണ്ട് വരുവാണ്. ശ്രുതി വർഷ കൊടുത്തേ. ഇതെന്താ, ഇത് ഞാൻ ജോലി കിട്ടിയ ശമ്പളമാന്ന് പറയണ. അതിന് നിനക്ക് ആകെപ്പാടെ അറിയാവുന്ന പണി പൂ കെട്ടാനായിട്ടല്ലേ അറിയത്തുള്ളൂ, പിന്നെ നിനക്ക് എവിടുന്നാ പൈസ കിട്ടുന്നതെന്ന് ചോദിക്കുക. അതെ, സച്ചേട്ടൻ പറ ശരിയാ, എനിക്ക് ആകെപ്പാടെ അറിയുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഈ പൂകെട്ടല് മാത്രം, പിന്നെ എനിക്ക് വേറെ ജോലി അറിയില്ല എന്ന് പറയാം. വീട്ടുജോലി ചെയ്യാൻ അറിയാം, അപ്പൊ ആ വീട്ടുജോലിക്ക് കിട്ടിയ ശമ്പളം എന്ന് പറയാണ്. വീട്ടുജോലിക്കോ? അതിന് നീ എവിടെയാ വീട്ടുജോലി ചെയ്യാൻ പോയത്? വേറൊരിടത്തും പോയില്ല, ഈ വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയതാന്ന് പറയണ. ഇവിടുന്നോ? ആരാ നിനക്ക് ഈ പൈസ തന്നേന്ന് ചോദിക്കുക. അമ്മയാണോ? അല്ല ശ്രുതിയാണോ എന്നൊക്കെ ചോദിക്കും. അല്ലാന്ന് പറയും. അത് വർഷയാ തന്നേന്ന് പറയും. വർഷ അവളെന്തിനാ നിനക്ക് പൈസ തന്നെ? പിന്നീട് അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറയാണ്. എല്ലാം കേട്ട് കഴിയുമ്പോ സച്ചി പറഞ്ഞു, നീ എന്ത് പരിപാടി രേവതി കാണിച്ചേ? ഇത് അവളുടെ മുഖത്തേക്ക് അവൾ വലിച്ചെറിയാൻ മേലെന്ന് ചോദിക്കാം. ഇത് കേട്ടതിന് രേവതി പറഞ്ഞു, എനിക്ക് അങ്ങനെ വലിച്ചെറിയാനൊന്നും തോന്നിയില്ല സച്ചേട്ടാ, എന്റെ സ്വഭാവം അറിയാലോ, എനിക്ക് ആരുടെ മുഖത്തേക്ക് വലിച്ചെറിയണമെന്നൊന്നും ഇല്ലായിരുന്നു പറയാം. എന്നാലും അവൾക്ക് എത്ര അഹങ്കാരമായിരുന്നു ചോദിക്കേ. നിന്നെ പറഞ്ഞാ മതി, നീയല്ലേ അവളെ തലയെ കയറ്റി എടുത്തു വെച്ചേ, ഈ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വന്ന ആള് നീയല്ലേ, അപ്പൊ നീ തന്നെ അനുഭവിച്ചോളാൻ പറയണം. എന്നാലും അവൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാ, നിനക്ക് എന്തെങ്കിലും തിരിച്ചു പറയാൻ മേലായിരുന്നോ? ഞാൻ കാണിക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു കൊടുക്കാന്നൊക്കെ പറയണം. വേണ്ട, ഇനി ഇതിന്റെ പേരിലൊരു പിണക്കത്തിനോ അല്ലെങ്കിൽ പരിഭവത്തിനോ വഴക്കിനൊന്നും പോണ്ട. സച്ചേട്ടന് ഈ പൈസ ശ്രീകാന്തിനെ കൊടുത്താൽ എപ്പോഴേലും, ഞാൻ ഇനിയിപ്പോൾ അത് വർഷയുടെ കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾക്കത് ബുദ്ധിമുട്ടായാലോ, എപ്പോഴെങ്കിലും ഇത് സച്ചേട്ടൻ കൊടുത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ആ പൈസ അങ്ങോട്ട് കയ്യിലേക്ക് കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, ഉറങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് സച്ചി പറഞ്ഞു, അതെ എനിക്കറിയാം നിന്റെ മനസ്സിലെ വിഷമം എന്താന്ന്. അതെ, നീ തന്നെ നിന്നെ ഇങ്ങനെ ആക്കി കളഞ്ഞ് എല്ലാവർക്കും വേണ്ടി ജോലി ചെയ്ത് അവസാനം നീ ഇങ്ങനെ ആയത്. ഇപ്പൊ എല്ലാവരും നിന്നെ ഒരു വേലക്കാരനെ പോലെ കാണുന്നോണ്ട് എന്താ അവരെയൊന്നും തെറ്റു പറയാൻ പറ്റില്ല. അമ്മാതിരില്ലേ നീ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നേ. മുളയിലെ നുള്ളേണ്ട കാര്യമില്ലായിരുന്നു ചോദിക്കുക. പിന്നെ നീ എന്തിനാ ഇതിന് മെനക്കെട്ട് ഇറങ്ങിയെന്നൊക്കെ ചോദിച്ചോണ്ട് വഴക്ക് പറയാണ് രേവതീനെ. പിന്നീട് രേവതീനെ ചേർത്ത് പിടിച്ചു, കിടന്ന് ഉറങ്ങിക്കോളാനും പറഞ്ഞോട് നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കുറെ സമയം കഴിഞ്ഞപ്പോൾ രേവതി ഉറങ്ങി. സച്ചിക്ക് ഉറങ്ങാൻ പറ്റുമോ? സച്ചി തിരിഞ്ഞും പറഞ്ഞും കിടന്ന് ഉറക്കം വന്നില്ല. പിന്നീട് കാണിക്കുന്ന പാതിരാത്രി സമയത്ത് ലക്ഷ്മിയമ്മയുടെ ഒക്കെ കഥയിന്റെ അവിടെ നിന്ന് മുട്ട് കേൾക്കുവാണ്. ലക്ഷ്മിയമ്മയൊക്കെ ഉറക്കത്തിന് ചാടി എഴുന്നേറ്റു. ദേവും കൂടി ഇത് ആരാ അമ്മ മുട്ടുന്നതെന്ന് ചോദിക്കണം. അപ്പത്തേനും ശരത്ത് എഴുന്നേറ്റ് വന്നു. അമ്മ ആരോ വന്ന് കഥയെ മുട്ടുന്നുണ്ടല്ലോ, ആരാന്നറിയില്ല. ഇനി ആ ഗജാനന്ദൻ എങ്ങാനും ആണോ പൈസ കൊടുക്കാനായിട്ട്? ചിലപ്പോൾ പറയാൻ പറ്റില്ല, അയാൾ ഗുണ്ടകളെയും കൂട്ടിക്കൊണ്ട് വന്നാണോ? ഇനിയിപ്പോ എന്ത് ചെയ്യും അമ്മയെന്ന് ദേവി ചോദിക്കോ. ഒരു കാര്യം ചെയ്യാം, പെട്ടെന്ന് കഥ തുറക്കണ്ട. ശരത്ത് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞോണ്ട് കഥ തുറക്കാൻ തുടങ്ങിയപ്പോഴത്തേനും ലക്ഷ്മി അമ്മ ചാടി വീണു. വേണ്ട മോനെ വേണ്ട, അവന്മാര് വല്ല ആയുധമായിട്ടാണോ വന്നിരിക്കൊന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറയണം. ഞാൻ പെട്ടെന്ന് ലക്ഷ്മി അമ്മ അകത്തേക്ക് കയറിയിട്ട് കൈ കിട്ടിയ ചൂലും ആയുധമൊക്കെ എടുക്കുവാണ്. ഇപ്പൊ അതൊക്കെ പോയി കഥ തുറക്കണം. കഥ തുറക്കി അങ്ങനെ അടിക്കാൻ തുടങ്ങുമ്പോഴത്തേനാണ് സച്ചി, അയ്യോ തല്ലല്ലേ, ഇത് ഞാനാന്നും പറഞ്ഞു കയറി വരുന്നേ. മരുമോനായിരുന്നോ? ഇതെന്താടാ മോനെ, നീ എന്താ ഈ സമയത്ത് വന്നിരിക്കുന്ന ചോദിക്കണം. പെട്ടെന്ന് ലക്ഷ്മിയമ്മയ്ക്ക് ഒരു ആദ്യമായി, എന്തേലും പ്രശ്നമുണ്ടോ?
രേവതി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ദേവ് പറഞ്ഞു ചേച്ചിയും കൂടെ വന്നിട്ടില്ല കേട്ടോ സച്ചേട്ടാ എന്നൊക്കെ പറയണ. ശരത്തി ചോദിച്ചു എന്താ സച്ചേട്ടാ അവിടെ പ്രശ്നം? എന്തേലും പ്രശ്നം ഉണ്ടായിട്ട് ചേച്ചി വീട് വിട്ട് ഇറങ്ങിയോ? അതവിടെ എന്തേലും വലിയ കാര്യമായിട്ടുണ്ടോ? ആർക്കെങ്കിലും എന്തേലും സംഭവിച്ചോ? അപകടം എന്തേലും ഉണ്ടായോ? കാരണം ആ സമയത്ത് 4 മണി കഴിഞ്ഞ സമയത്ത് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവർക്കും ടെൻഷൻ ആയിപ്പോയി. ആ സമയം സച്ചി പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണേ. പിന്നെന്താ കാര്യം? ഇങ്ങോട്ട് കയറി വാമേ, അമ്മ ധൈര്യമായിട്ടിരിക്കുക. രേവതിക്ക് ഒരു കുഴപ്പമില്ല, അവള് നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ടെന്ന് പറയാ വീട്ടില്. അല്ല പിന്നെ എന്താ സച്ചിയാണ് ഈ സമയത്ത് വരുന്നതിന് ശരത്തി ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം സച്ചി പറഞ്ഞു അതെ ഒരു യാത്ര ഉണ്ടെന്ന് പറയണ എല്ലാവർക്കും. യാത്ര എങ്ങോട്ട്? അതൊക്കെ ഉണ്ടെന്ന് പറയണ. പെട്ടെന്ന് റെഡിയാവാൻ പറയണ. ഈ സമയം ലക്ഷ്മി ചോദിച്ചു എന്താ മോനെ? അമ്മ പെട്ടെന്ന് കുളിച്ച് റെഡിയാവ്, നമുക്ക് പോകണമെന്ന് പറയാ. എല്ലാവരും റെഡിയാവാൻ പറയണ. ലക്ഷ്മി അമ്മ ദൈവം കൂടെ അങ്ങോട്ട് റെഡിയാൻ പോയി കഴിഞ്ഞപ്പോൾ ശരത്തിന്റെ അടുത്ത് ഒരു പേപ്പർ കൊടുത്തിട്ട് സച്ചി പറഞ്ഞു അതെ നീ ഒരു കാര്യം ചെയ്യണം. അവിടുത്തെ പെയിന്റ് കടന്ന് എനിക്ക് അറിയാലോ, അവിടെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ പേപ്പർ കൊണ്ടേ കൊടുക്കണം, ഇതുപോലെ തന്നെ എഴുതി മേടിക്കണം. പിന്നെ പെയിന്റും കാര്യങ്ങളും ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ നീ ചെയ്യണമെന്ന് പറയണം. അപ്പോഴേക്കും ദേവു അങ്ങോട്ട് വന്നു. ദേവു വന്നിട്ട് ചെന്താ എന്നെ കൂടെ കാണിക്കാൻ പറയണം. അങ്ങനെ ഇപ്പൊ നീ കാണണ്ടെന്ന് പറയാ. നീ കാണേണ്ട സമയമാകുമ്പോൾ നീ കണ്ടാൽ മതി എന്ന് പറയണം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ലക്ഷ്മി അമ്മ ഒരുങ്ങി വന്നു. അങ്ങനെ ലക്ഷ്മി അമ്മേനെ ദേവുവിനെ കൂട്ടിക്കൊണ്ട് സച്ചി പോവാണ്. ഈ സമയം ശരത്തിന് നേരത്തെ പറഞ്ഞുകൊണ്ടിട്ടുണ്ടായിരുന്നു. ശരത്തിന്റെ അടുത്ത് ബൈക്ക് ഉണ്ടായിരുന്നു. ബൈക്ക് കൂട്ടുകാരന്റെ ബൈക്കാന്നാ ശരത്ത് പറഞ്ഞ. പിന്നീട് സച്ചി ഒന്നും ചോദിക്കുകയും ചെയ്തില്ല. ബൈക്ക് ഉള്ളതുകൊണ്ട് പിന്നെ അവന് പോയിട്ട് വരാനും എളുപ്പമുണ്ടല്ലോ. അവനോട് വീട്ടിലേക്ക് വരാനും പറഞ്ഞിട്ടാണ് സച്ചി ദേവുവിനെയും ലക്ഷ്മി അമ്മേനെയും കൂട്ടി പോകുന്നത്. ആ പോകുന്ന വഴിക്ക് ലക്ഷ്മി അമ്മ ചോദിച്ചു എന്താടാ മോനെ എങ്ങോട്ടാ പോണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ദേവ് പറഞ്ഞു എന്തോ ട്രിപ്പ് ഉണ്ടെന്ന് തോന്നുന്നു, എവിടെയോ ട്രിപ്പ് പോകുമ്പോൾ നമ്മളെയും കൂടെ കൊണ്ടുപോകുന്നാന്ന് പറയാം. ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു പിന്നെ പാതിരാജി വന്ന് വിളിച്ചുണർത്തിയതല്ലേ ട്രിപ്പിന് കൊണ്ടുപോകണമെന്ന് ചോദിക്കാം. അല്ല പിന്നെ സച്ചേട്ടൻ എങ്ങോട്ടാ ഞങ്ങളെ കൊണ്ടുപോകണമെന്ന് ചോദിക്കാം. അതൊക്കെ ഉണ്ട്, വരാൻ പറയാണ്. ഒരു സർപ്രൈസ് ആയിരിക്കും എന്ന് പറയണം. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അതൊക്കെയുണ്ട്, അതിപ്പോഴും അറിയേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കുകയാണ്. അതെ നീ ഒന്നും മിണ്ടാതിരിക്കാവോ, ഞാൻ ഈ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്തിട്ടെന്ന് സച്ചി പറയണം. അങ്ങനെ ഒന്നും മിണ്ടിയില്ല. ഇങ്ങനെ ഒരേപ്പോൾ ഒരു 5-5:30 സമയമായി. ഈ സമയത്ത് സച്ചിയോട് ഒരു കാര്യം ചെയ്യുക, നിന്റെ വീട്ടില് പൂവും കൊണ്ട് വരുന്ന കുറച്ച് ചേച്ചിമാരുണ്ട്, നിന്റെ ചേച്ചിയുടെയൊക്കെ കൂട്ടുകാരികള്, അവരെയും കൂടെ വിളിച്ചിട്ട് രാവിലെ ആകുമ്പത്തേനും വീടിന്റെ അങ്ങോട്ടേക്ക് വരാൻ പറയാന്ന് പറയണം. ഇത് കേട്ടപ്പം വർഷ ചോദിച്ചു. വർഷയല്ല കേട്ടോ, ദേവി ചോദിച്ചു അല്ല എന്തിനാ സച്ചിയേട്ടാ അങ്ങോട്ടേക്ക് വരാൻ പറയണേ, അതിന്റെ കാര്യം എന്താന്ന് ചോദിക്കാം. അതൊക്കെയുണ്ട്, ഞാൻ പറയുന്നല്ലേ അങ്ങോട്ട് കേക്ക്. അല്ല ഈ സമയത്ത് വിളിച്ച് അവരെടുക്കുവോ? അവരെഴുന്നേറ്റിട്ടും കൂടെ ഉണ്ടാവില്ലെന്ന് പറയണം. അതൊക്കെ അവരെടുക്കും, നീ അവരെ വിളിക്കാൻ പറയണം. അങ്ങനെ ദേവു അവരെയൊക്കെ വിളിക്കുകയാണ്. പിന്നീട് സച്ചി വീട്ടിലേക്ക് വരുക. സച്ചി വീട്ടിലേക്ക് വരുമ്പോഴത്തേനും രേവതി എഴുന്നേറ്റ് വരുന്നുണ്ടായിരുന്നുള്ളൂ. രേവതി അല്ല സച്ചിയാണ് ഇത് എവിടെ പോയതാ രാവിലെന്ന് ചോദിക്കും. ഒന്നുമില്ല. അല്ല സച്ചിയുടെ നേരത്തെ വല്ല ഓട്ടം ഉണ്ടോ എന്നോടൊന്ന് പറഞ്ഞാൽ പോരാനും ചോദിക്കും. ഈ സമയം സച്ചി പറഞ്ഞു ഓട്ടം ഒന്നും ഇല്ലായിരുന്നു പറയണം. അല്ല പിന്നെ എന്താ കുഴപ്പം? അപ്പത്തേനും സച്ചിക്ക് ഒരു കോള് വന്നു. നോക്കിയപ്പം മഹേഷാണ് വിളിക്കുന്നത്. പെട്ടെന്ന് കോള് കേട്ട് പുറത്തേക്ക് ഇറങ്ങണം. മഹേഷിനോട് പറഞ്ഞു അതെ ഞാൻ ആ കാർത്തികിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നീ അവിടെ പോയി നമ്മുടെ ഷെഡിന്റെ അവിടെ കിടക്കുന്ന വണ്ടി എടുക്കണം, അത് എല്ലാം പെയിന്റ് ചെയ്ത് സെറ്റ് ചെയ്തുകൊണ്ട് വരണമെന്ന് പറയണം. പെയിന്റ് ചെയ്യാനോ? നിനക്ക് എന്താണ് സച്ചി പറ്റിയെന്ന് ചോദിക്കാം. അതൊക്കെ ഉണ്ട്, അങ്ങോട്ട് ചെന്നാൽ മതി, ഞാൻ കാർത്തികിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി വെച്ചിരിക്കുന്ന, പിന്നെ ഞാൻ വിളിക്കാന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്യാണ്. അകത്തേക്ക് വന്നപ്പോൾ രേവതിക്കൊന്നും മനസ്സിലായില്ല. രേവതി ചോദിച്ചു എന്താ സച്ചേട്ടാ? ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ്. വേണ്ട ചായ ഒന്നും വേണ്ട, നീ ഒരു കാര്യം ചെയ്യ, കുളിച്ച് പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ പറയണം. കുളിച്ച് റെഡി ആവാനായിട്ടോ? ഇതെവിടെയെങ്കിലും പോവാണോ? നമ്മൾ ക്ഷേത്രത്തിൽ വല്ലതും പോകണം. അല്ല ഇനി വല്ല കല്യാണം മറ്റുണ്ടോ? അതൊന്നും അല്ല, നിനക്ക് ഇടാനുള്ള ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്ത് തരാം, ഏത് സാരി ഉടുക്കണമെന്ന്, നീ ആ സാരി ഉടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അലമാരിക്ക് അത് സാരി എടുക്കാൻ പോയിക്കുമ്പോഴത്തേനും രേവതിക്ക് സംശയം. രേവതി പറഞ്ഞു സച്ചേട്ടൻ എന്തൊക്കെയാ പറയണേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, എന്ത് കാര്യമുണ്ടല്ലോ എന്നോട് പറ, എന്നോടൊന്ന് തുറന്നു പറയാന്ന് പറയണ. അത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അതൊക്കെയുണ്ട്, ഇപ്പൊ തൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ചൊന്നും അറിയണ്ട, അതെ നന്നായിട്ട് സാരിയൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് ഇറങ്ങുക, ഞാൻ ഇവിടെ കാണുന്നു പറഞ്ഞ് സച്ചിയും കൊണ്ട് ഇറങ്ങുവാണോ. രേവതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അത് എന്താന്നൊക്കെ ഓർത്തോണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരട്ടോ. അപ്പൊ വലിയൊരു വമ്പ സർപ്രൈസ് തന്നെയാണ് സച്ചി രേവതിക്കായിട്ട് കരുതിയിരിക്കുന്നത്. അപ്പൊ ആ സർപ്രൈസ് എന്താന്ന് നമുക്ക് അറിയണ്ടേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.